മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ സാഗറെ കണ്ടപ്പോൾ സമനില തെറ്റിയാണ് കേട്ടോ സാഗറിനെ കണ്ടതും. ഓടിപ്പോയിട്ട് എന്നാലും നീ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ഭാര്യയെ തന്നെ കൊണ്ടുപോയില്ലടാ എന്ന് പറഞ്ഞ് സാഗറെ നല്ല പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മാർക്കോ വരുന്നത്. മാർക്കോയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. മാർക്കോ മേഘനാഥനെ പോയിട്ട് 2 എണ്ണം കൊടുക്കണം. നിന്നോട് പറഞ്ഞിട്ടില്ലേ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജീവിതത്തിൽ നീ ഇനി ഇടപെടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിനക്കെന്താ പോരെ, ഞാൻ തന്നതൊന്നും നിനക്ക് പോരെ നിനക്ക് എന്ന് ചോദിച്ചതിന് ശേഷം മേഘനാഥനോട് മാർക്കോ താക്കീത് കൊടുക്കണം. ഇനി ഇന്ന് നിന്നു അവരെ എങ്ങനെയോ ജീവിച്ചു പോയിക്കോട്ടെ. നീ കൊളരാത്തവനായ കാരണം കൊണ്ടാണ് നിന്നിൽ നിന്നും മഞ്ജു പോയത്. അതുകൊണ്ട് ഇനി നീ അവരുടെ ദേഹത്തെ തൊട്ടുപോലും നോവിക്കരുത്. അവരുടെ പിന്നിൽ ഞാനുണ്ട് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ ദേഷ്യത്തോടു കൂടി വന്നിട്ട് വാമദേവനോട് ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ശരി അച്ഛ, അവളെ ഇല്ലാതാക്കണം, അതിന് യാതൊരു മാറ്റമില്ല, അവൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം സാഗർ എല്ലാ കാര്യങ്ങളും പോയി മഞ്ജുവിനോട് പറയുകയാണ് കേട്ടോ. മഞ്ജു, ഇന്നിങ്ങനെ മേഘനാഥൻ അവിടെ വന്നിരുന്നുവെന്നും അമ്മാവനെ ആശുപത്രി കൊണ്ടുവന്നിരിക്കണ വൈദ്യരുടെ അവിടെയാണ് എന്നെ ചികിത്സിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്നെ കണ്ടു, എന്നെ അടിച്ചു എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ആകെ സങ്കടം വരികയാണ് കേട്ടോ. എന്തായാലും ശരി, അവൻ ഭയങ്കര ശത്രുതയാണ്, അവൻ കൊല്ലാനും കൂടി മടിക്കില്ല സാഗരേട്ടനെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തെന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി മഞ്ജു, ഞാൻ നിന്നെ ഒരിക്കലും കൈയൊഴിയില്ല, നിൻ്റെ കണ്ണ് നിറയില്ല, അത് ഉറപ്പ് ഞാൻ തരുന്നതോ എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്ക് നിന്നെ മാത്രം മതി, നീയാണ് ശരിക്കും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. മാർക്കോ മാർക്കോ അവനെ വേണ്ട പോലെ കൊടുത്തിട്ട് ഒഴിവാക്കി എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ മഞ്ജുവിന് ചോദിക്കുകയാണ്, ഏട്ടനെയും കണ്ടോ ചോദിക്കുക. ആ കണ്ടു, ഞാൻ ഏട്ടനെയും കണ്ടു, പക്ഷെ അവരെന്നോടൊന്നും സഹകരിക്കുകയൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയണം. സാരമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജുവിനോട് സാഗർ ചോദിക്കുകയാണ്, നമുക്ക് എന്തായാലും ശരി ഒന്ന് അമ്പലത്തിലേക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുക. അതിനെന്താ സാഗരേട്ടാ, അമ്പലത്തിൽ പോവാലോ, ഞാൻ വരാലോ എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഞ്ജുവും സാഗറും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് ചന്ദനമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ജുവിനും വെച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ജു അവരിങ്ങനെ സന്തോഷത്തോടു കൂടി വരുമ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരെ കണ്ടതെന്ന് തന്നെ പറയും. അത് കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. അതേസമയം അത് പുറത്ത് കാണിക്കില്ല. ഏതായാലും ശരി, ഇനി അവളെ എല്ലാ പെൺകുട്ടികളെയും ചതിച്ച് നിതാക്കണ പോലെ ഇനി ഇവളെ നീ അങ്ങനെ ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. കാരണം മാർക്കോ ആണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ അവളെ ഞങ്ങൾ ഒരിക്കലും മേഘനാഥെന്ന് ഒഴിവാക്കി അവളെ ഞങ്ങൾ ഒരിക്കലും കൈയൊഴിയില്ലായിരുന്നു. അവൾ വീട്ടിൽ വന്നിരുന്നതാണെങ്കിൽ നിന്നെപ്പോലെ ഒരു ചതിയൻ്റെ കൂടെ എന്തായാലും അവൾ ജീവിക്കാനുള്ള ഇടവരില്ലായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശരി മഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം. അതേസമയം മഞ്ജുവിനെയും സാഗരയും കണ്ടപ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, സന്തോഷത്തോടെ അവർ ജീവിച്ചാൽ മതിയായിരുന്നു, ഇതെങ്കിലും ശരിയായാൽ മതിയായിരുന്നു എന്ന് മഹാലക്ഷ്മി